Hello everyone, welcome back to the world of English. I would like to bring your kind attention to Grammar Snippet Part 2. So Grammar Snippet Part 2 എന്ന് പറയുന്ന സമയത്ത് സർ പാർട്ട് 1 എവിടെയെന്ന് ചോദിക്കുന്നവരോട് അത് കാണാത്തവരോട് അതിൻ്റെ ലിങ്ക് താഴെ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് സൗകര്യം പോലെ അത് കാണാം. എന്താണ് ഈ ഗ്രാമർ സ്നിപ്പറ്റ്സ് എന്ന് പറഞ്ഞ ഈ സെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമുക്കറിയാം 10ാം ക്ലാസ്സിലെ ഇംഗ്ലീഷിലെ വളരെ പ്രധാനപ്പെട്ട ടോപ്പിക്കുകൾ ഒന്നാണ് ഗ്രാമർ എന്ന് പറയുന്നത്. ഓൾമോസ്റ്റ് 22 മാർക്സിനാണ് ഗ്രാമർ ചോദ്യങ്ങൾ നിങ്ങളുടെ എക്സാമിന് ചോദിക്കാറ്. അപ്പോൾ നമ്മൾ ആ പല ചോദ്യങ്ങളെയും കൃത്യമായി ടാക്കിൾ ചെയ്യണമെങ്കിൽ നമുക്ക് മുൻപരിചയം വേണം, അല്ലെങ്കിൽ നമുക്ക് അത്തരം ചോദ്യങ്ങളെ കണ്ട് പരിചയം, അത് സോൾവ് ചെയ്യുന്ന ശീലം ഉണ്ടായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഗ്രാമർ സ്നിപ്പറ്റ്സ് എന്ന് പറഞ്ഞ ഈ ഒരു പദ്ധതി നമ്മൾ നടപ്പിലാക്കുന്നത്. സോ ഇത് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണ് എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഇത് ഷെയർ ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. അപ്പോൾ നമ്മൾ തുടങ്ങുകയാണ്. ഈ പാർട്ട് 2-ൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നിങ്ങൾക്ക് വളരെ പരിചിതമായിട്ടുള്ള എന്നാൽ കൃത്യമായ പ്രാക്ടീസ് ആവശ്യമുള്ളൊരു ടോപ്പിക്കാണ്, വിച്ച് ഈസ് നൺ അതർ ദാൻ ഫ്രേസൽ വെർബ്സ്. നമുക്കറിയാം നമ്മുടെ പരീക്ഷകളിൽ ഏകദേശം 4 മാർക്കിന് ചോദ്യം വരുന്ന ഒരു ടോപ്പിക്കാണ് ഫ്രേസൽ വെർബ്സ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന ചാപ്റ്ററിൽ നിന്ന് ഒരു മോഡൽ ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കാം. നോക്കൂ, ഇതാണ് ചോദ്യം. നിങ്ങൾക്ക് 4 ഓപ്ഷൻസാണ് തന്നിട്ടുള്ളത്. പുട്ട് എസൈഡ്, മേക്ക് ഔട്ട്, കോൾ ഓൺ, കോൾ അറ്റ്, പുട്ട് എക്രോസ്. 5 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. പക്ഷെ നിങ്ങൾ 4 വേർഡ്സിനെയാണ് റീപ്ലേസ് ചെയ്യേണ്ടത്. ഏതൊക്കെ വേർഡ്സിനെയാണ് നിങ്ങൾ റീപ്ലേസ് ചെയ്യേണ്ടത് നോക്കൂ. റസ്കിൻ ബോണ്ട്, വിസിറ്റഡ്. സോ നമുക്ക് വിസിറ്റഡ് എന്ന അർത്ഥമുള്ളൊരു ഫ്രേസൽ വേർബ് ഈ ഓപ്ഷനിൽ നിന്ന് കണ്ടുപിടിക്കണം. ഹിസ് ഗ്രാൻഡ് ഫാദേഴ്സ് ഹൗസ് അറ്റ് ദ ടൗൺ ഓഫ് ഡെഹ്റ. There he got many animal friends and communicated with them. So communicated എന്ന അർത്ഥമുള്ളൊരു ഫ്രേസൽ വെർബ് നമുക്ക് വേണം. During his leisure time, he saved some food for the gray squirrel. Sometimes he couldn't understand their language. ശ്രദ്ധിച്ച് കേൾക്കുക. നമുക്ക് 10ാം ക്ലാസ്സിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു സെറ്റ് ഓഫ് ഫ്രേസൽ വെർബ്സ് ഉണ്ട്. അതിനെക്കുറിച്ചൊരു വീഡിയോ ഞാൻ തന്നെ നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. ഇനിയും വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ അതിനെക്കുറിച്ചൊക്കെ ഡിസ്കസ് ചെയ്യും. പക്ഷെ അതിന് മുമ്പ് നമ്മളൊരു ഗ്രൗണ്ട് സെറ്റ് ചെയ്യുകയാണ് ഇതിന് വേണ്ടിയിട്ട്. നോക്കൂ, ഞാൻ ഇങ്ങനെയാണ് ഈ ചോദ്യത്തിനെ അപ്രോച്ച് ചെയ്യുന്നത്. എനിക്ക് വേണ്ടത് 4 വേർഡ്സാണ്. ഈ 4 വേർഡ്സിനെ റീപ്ലേസ് ചെയ്യാൻ പറ്റിയ ഫ്രേസൽ വേർബാണ് ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇങ്ങനൊരു ചോദ്യം കിട്ടുന്ന സമയത്ത് ഞാൻ എൻ്റെ ഓപ്ഷൻസ് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്യും. നോക്കൂ, ഒന്നാമത്തേത് പുട്ട് എസൈഡ് എന്നാണ്. പുട്ട് എസൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാറ്റി വെക്കുക, കീപ്പ് എവേ എന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ പുട്ട് എസൈഡ് ഉപയോഗിക്കുന്നത്, അല്ലെ? മാറ്റി വെക്കുക, നീക്കി വെക്കുക എന്നുള്ള അർത്ഥത്തിലൊക്കെ. ദെൻ മറ്റൊന്ന് മേക്ക് ഔട്ട് ആണ്. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് അണ്ടർസ്റ്റുഡ് എന്നാണ്. മേക്ക് ഔട്ട് എന്ന് പറഞ്ഞ ഫ്രേസൽ വെർബിൻ്റെ മീനിങ് അണ്ടർസ്റ്റുഡ് എന്നാണ്. അടുത്തത് കോൾ ഓൺ ആണ്. നമുക്കറിയാം 2 ഫ്രേസൽ വെർബ്സ് ഉണ്ടാവും. ഒന്ന് കോൾ ഓണും മറ്റൊന്ന് കോൾ അറ്റുമാണ്. കോൾ ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ എന്നും കോൾ അറ്റ് എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ് എന്നുമാണ്. സോ കോൾ ഓൺ എന്ന് പറഞ്ഞാൽ വിസിറ്റ് എ പേഴ്സൺ എന്നാണ്. അടുത്തത് കോൾ അറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസിറ്റ് എ പ്ലേസ് എന്നാണ്. അടുത്തത് പുട്ട് എക്രോസ് ആണ്. നമുക്കറിയാം പുട്ട് എക്രോസ് എന്ന ഫ്രേസൽ വെർബിൻ്റെ മീനിങ് കമ്മ്യൂണിക്കേറ്റ് എന്നാണ്. എന്താണ്? കമ്മ്യൂണിക്കേറ്റ് എന്നാണ്. സോ ഇങ്ങനൊരു ചോദ്യം ആദ്യമായിട്ട് കിട്ടുമ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഓപ്ഷൻസ് ഫ്രേസൽ വെർബ്സിൻ്റെ മീനിങ് നിങ്ങൾക്ക് അറിയാവുന്ന ഭാഷയിൽ, ലെറ്റ് ഇറ്റ് ബി മലയാളം ഓ ഇംഗ്ലീഷ്, അത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ എഴുതി വെക്കുക എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾക്ക് ആ പ്രോഗ്രാം, ആ പ്രോസസ്സ് വളരെ എളുപ്പമുള്ളതായിട്ട് മാറും. നോക്കൂ, വിസിറ്റഡ്, ഇവിടെ ഗ്രാൻഡ് ഫാദറിൻ്റെ ഹൗസ് വിസിറ്റ് ചെയ്തു എന്നാണ് പറയുന്നത്, അല്ലേ? സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്ത് വെച്ച് ഇതിനൊന്ന് ആൻസർ കണ്ടുപിടിക്കാൻ ശ്രമിക്കാം. സോ ഗ്രാൻഡ് ഫാദറിൻ്റെ ഹൗസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ നെയിം ഓഫ് എ പ്ലേസ്. അപ്പം ഞാനിവിടെ കോൾ ഓൺ ആണോ കോൾ അറ്റാണോ ഉപയോഗിക്കേണ്ടത്? ഇവിടെ ഉപയോഗിക്കേണ്ടത് കോൾ അറ്റാണ്. രണ്ടാമത്തേത് കമ്മ്യൂണിക്കേറ്റഡ് ആണ്. നമുക്കതിൽ സംശയമൊന്നുമില്ല. കമ്മ്യൂണിക്കേറ്റഡ് എന്നർത്ഥം വരുന്ന ഫ്രേസൽ വെർബ് ഏതാണ്? പുട്ട് എക്രോസ് ആണ്. മൂന്നാമത്തേത് സേവ്ഡ് ആണ്, അല്ലെങ്കിൽ മാറ്റിവെച്ചു എന്നാണ്. അത് പുട്ട് എസൈഡ് ആണ്. അടുത്ത ഫ്രേസൽ വെർബ് അണ്ടർസ്റ്റാൻഡ് ആണ്. സോ അണ്ടർസ്റ്റാൻഡ് എന്നർത്ഥമുള്ള ഫ്രേസൽ വെർബ് ഏതാണ്? മേക്ക് ഔട്ട് ആണ്. ഏതാണ്? മേക്ക് ഔട്ട് ആണ്. ഓക്കെ, സോ നമ്മൾ എങ്ങനെയാണ് ഈ ക്വസ്റ്റിനെ ടാക്കിൾ ചെയ്യേണ്ടത് എന്നാണ് പറഞ്ഞു വരുന്നത്. ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. നിങ്ങൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞ ചാപ്റ്ററാണ് അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന ധാരണയിൽ തന്നെയാണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത്. ഇവിടെ ഏതൊക്കെയാണ് ഫ്രേസൽ വെർബ്സ് എന്ന് നോക്കൂ. ആദ്യത്തെ ഫ്രേസൽ വെർബ് ഗോ അറ്റ് ആണ്. ഓക്കെ, ഗോ അറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്?
ഗോ അറ്റ് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് അറ്റാക്ക് എന്നാണ്. എന്താണ്? അറ്റാക്ക് എന്നാണ്. നമുക്ക് നിങ്ങൾക്ക് പഠിക്കാനുള്ള, നിങ്ങൾ നിർബന്ധമായും പഠിച്ചിരിക്കേണ്ട ഫ്രേസൽ വേർബുകളെ കുറിച്ച് നമ്മൾ ഗംഭീരമായൊരു വീഡിയോ വീണ്ടും ചെയ്യും. സോ അത് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറയുക കൂടെ വേണം. ഇനി വെൻറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ എന്താണ്? വെൻറ്റ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെൻറ്റ് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗോ ഓൺ എന്ന ഫ്രേസൽ വേർബിൻ്റെ V2 ആണ്. സോ വെൻറ്റ് ഓൺ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂഡ് എന്നാണ്. അടുത്തത് സെറ്റിൻ ആണ്. നോക്കൂ, സെറ്റിൻ എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ മീനിങ് എന്താണെന്ന് നമുക്ക് നമ്മുടെ കോണ്ടെക്സ്റ്റ് വെച്ച് ചെക്ക് ചെയ്യാം. അതിനുശേഷം കെയിം അക്രോസ് എന്നാണ്. കെയിം അക്രോസ് എന്ന് പറഞ്ഞാൽ മീറ്റിൻ്റെ V2 ആണ്, അല്ലെങ്കിൽ മെറ്റ് എന്നാണ്. അടുത്തത് ഗിവ് എവേ എന്ന് പറഞ്ഞൊരു ഫ്രേസൽ വേർബ് ഉണ്ട്. അടുത്തത് ഗിവ് അപ്പ് എന്ന് പറഞ്ഞൊരു ഫ്രേസൽ വേർബ് ഉണ്ട്, അല്ലേ? ഗിവ് അപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? അക്സെപ്റ്റ് ഡിഫീറ്റ് എന്നൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ സെൻറ്റൻസ് ഒന്ന് വായിച്ചു നോക്കാം. നമുക്ക് ഇതിലെ എല്ലാ ഫ്രേസൽ വേർബ്സിൻ്റെ മീനിങ്ങും അറിയില്ലെങ്കിലും നമുക്ക് ഈ ഒരു പ്രോസസ്സ് നിങ്ങളെ ആ ക്വസ്റ്റ്യൻ്റെ ആൻസറിലേക്ക് എത്താൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. നോക്കൂ, ഇറ്റ് വാസ് എൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ. ഇറ്റ് വാസ് എൻ ഏപ്രിൽ ആഫ്റ്റർനൂൺ. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ അഡ്വഞ്ചേഴ്സിൻ്റെ ബനിയൻ ട്രീയുടെ 3ാമത്തെ പേജിൽ നിങ്ങൾക്ക് ഈ കോണ്ടെക്സ്റ്റ് കാണാം. സമ്മർ സീസൺ ഹാസ് ഓൾറെഡി സ്റ്റാർട്ടഡ്. തുടങ്ങി എന്നുള്ള അർത്ഥത്തിലാണ് എനിക്കൊരു ഫ്രേസൽ വേർബ് വേണ്ടത്. സോ ഞാൻ അന്വേഷിക്കുന്നു, എനിക്ക് അറിയാവുന്ന ഫ്രേസൽ വേർബൊക്കെ എഴുതി വെക്കുന്നു. പിന്നീടുള്ളത് ഗിവ് എവേയും സെറ്റിനുമാണ്. അപ്പോൾ നമുക്ക് ഒരു സംശയമില്ലാതെ പറയാം, ഇവിടെ നിങ്ങൾ ഉപയോഗിക്കേണ്ട ഫ്രേസൽ വേർബ് ഏതാണ്? സെറ്റിനാണ്. വൈൽ സിറ്റിംഗ് ഇൻ ദ ബനിയൻ ട്രീ ദ ബോയ് മെറ്റ് ബൈ ചാൻസ്. നോക്കൂ, കം അക്രോസ് എന്ന് പറഞ്ഞ ഫ്രേസൽ വേർബിൻ്റെ കൃത്യമായ മീനിങ് ആണ് ഈ കൊടുത്തിട്ടുള്ളത്. മീറ്റ് ബൈ ചാൻസ്, യാദൃശ്ചികമായി കണ്ടുമുട്ടുക. സോ ഇവിടെ നമ്മൾ ഉപയോഗിക്കേണ്ട ഫ്രേസൽ വേർബ് കെയിം അക്രോസ് ആണ്. ഏതാണ്? കെയിം അക്രോസ് ആണ്. മെറ്റ് ബൈ ചാൻസ്, യാദൃശ്ചികമായി കണ്ടുമുട്ടുക എന്നർത്ഥമുള്ള ഫ്രേസൽ വേർബ് ഏതാണ്? കെയിം അക്രോസ് ആണ്. 3ാമത്തത് ഇവിടെ നോക്കൂ, എ ഹ്യൂജ് ബ്ലാക്ക് കോബ്ര in the garden. At the same time, a mongoose emerged from the bushes. They started to attack. അറ്റാക്ക് എന്നർത്ഥമുള്ള ഫ്രേസൽ വേർബ് ഏതാണ് സർ? അറ്റാക്ക് എന്നർത്ഥമുള്ള ഫ്രേസൽ വേർബ് ഗോ അറ്റ് ആണ്. അടുത്തത് വീണ്ടും മുന്നോട്ട് പോകുന്നു. ഈച്ച് അതർ ഫ്യൂരിയസ്ലി. ബോത്ത് ഓഫ് ദം were not ready to abandon. രണ്ടുപേരും ആ കോമ്പാറ്റ്, ആ യുദ്ധം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. സോ ഉപേക്ഷിക്കുക, അബാൻഡൻ ചെയ്യുക എന്നർത്ഥമുള്ള ഫ്രേസൽ വേർബ് ഗീവ് അപ്പ് ആണ്. ഓക്കെ, സോ ഞാൻ പറഞ്ഞു വന്ന കാര്യം വളരെ സിമ്പിളാണ്. ഒരുപാട് ഫ്രേസൽ വേർബ്സ് പഠിച്ചു വെക്കുക എന്നതിനേക്കാളും ഇമ്പോർട്ടൻറ്റ് വരാൻ സാധ്യതയുള്ള ഒരു സെറ്റ് ഓഫ് ഫ്രേസൽ വേർബ് നമ്മൾ പഠിച്ചു വെക്കുന്നു. എന്നിട്ട് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുന്നു? അറ്റൻഡ് ചെയ്യുന്നു. ഓക്കെ, സോ നിങ്ങൾക്ക് ചെയ്യാൻ വേണ്ടി, നിങ്ങൾക്ക് ഈ കാര്യം മനസ്സിലായിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു ക്വസ്റ്റ്യൻ തരുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു ചോദ്യമാണ്. ഇതിന് ഒരു എ പാർട്ടും ഒരു ബി പാർട്ടും മാത്രമേ ഉള്ളൂ. സോ ഈ ചോദ്യത്തിൻ്റെ ആൻസർ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻ്റ് ആയിട്ട് രേഖപ്പെടുത്തുക. ഈ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ പറയുക. ഇതിനൊരു പാർട്ട് 3 വേണമോ, നമുക്കൊരു പുതിയ ടോപ്പിക്കുകൾ സംസാരിക്കാൻ വേണ്ടി ഇതിനൊരു പാർട്ട് 3 വേണമോ എന്നും നിങ്ങൾ വീഡിയോയിൽ അറിയിക്കുക. താങ്ക് യു.